അങ്ങനെ കേരള സ്റ്റോറീസ് എന്ന് പറഞ്ഞ ഊതി വെറുപ്പിച്ച ആ ബലൂൺ പൊട്ടി ഗൈസ്. എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിൽ മിക്കവാറും കുറേ സംഖ്യകൾ വന്നിട്ട് ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടാവും, ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ് ഇറക്കുന്ന സിനിമയിൽ മലയാളികളുടെ റിയൽ സ്റ്റോറി കാണില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ കമൻ്റ് ഇടും. കാരണം ഇന്നുണ്ടായത് ഇപ്പോൾ അതാണ്. ഇവിടെ കേരള സ്റ്റോറിയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ വന്നിട്ട് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതായിട്ട് കണ്ടു. ഇന്നലെ നടന്നൊരു പ്രസ് മീറ്റാണ്, ഇന്നാണ് ഇപ്പോൾ അത് മീഡിയയിലൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ കേരള സ്റ്റോറീസിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ കോൺട്രവേഴ്സി നടക്കുമ്പോൾ ലവ് ജിഹാദ് ഇരകളെന്ന് കാണിച്ചുകൊണ്ട് 37 സ്ത്രീകളെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, പ്രമോഷൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന് മീഡിയേൻ്റെ മുന്നിൽ നിർത്തി. ഓക്കെ, ഈ 37 സ്ത്രീകളിൽ ഞാൻ കണ്ട വീഡിയോയിൽ 1-2 സ്ത്രീകൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ആ സംസാരിച്ചത് തന്നെ ഒരു വല്ലാത്ത കുറേ കാര്യങ്ങളാണ്. ആൻഡ് ഈ ഡയറക്ടറോടും ഇതിൻ്റെ പ്രൊഡ്യൂസറോടും കേരളത്തിൽ നിന്ന് അടക്കമുള്ള നോർത്ത് നിന്ന് അടക്കമുള്ള മീഡിയാസ് ചോദിച്ച കുറേ ചോദ്യങ്ങൾക്കൊന്നും ഇവർക്ക് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. കേരളത്തിൽ നിന്ന് ആരുമില്ല ഈ 37 സ്ത്രീകൾ. ഓക്കെ, എന്നാലും സിനിമയുടെ പേര് കേരള സ്റ്റോറി എന്നാണ്. ചിലപ്പോൾ ചിലർ പറയും ദ കേരള സ്റ്റോറി 2 അടിയിൽ നീ വായിച്ചില്ലേടാന്ന്, ഗോസ് ബിയോണ്ട് എന്ന്. കേരളത്തിൽ നിന്ന് പുറത്തേക്കാണ് കേരള സ്റ്റോറി, കേരളത്തിൽ നിന്ന് പുറത്തേക്കാണ് എന്നുള്ളതാണ് നിങ്ങൾ പറയാൻ വേണ്ടി ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലഡി അത് മാറ്റിയിട്ട് നോർത്ത് ഇന്ത്യൻ സ്റ്റോറി എന്ന് മാത്രം കൊടുക്കാനുള്ള ഗട്സ് കാണിക്കേണ്ടിയിരുന്നു ഇവിടെയുള്ള സംഘപരിവാറും ഇവിടുത്തെ ഈ സിനിമ എടുക്കാൻ വേണ്ടി ഫണ്ട് ചെയ്ത ബാക്കി ഈ RSS BJP ഫണ്ടേഴ്സും. അതാണ് ശരിക്കും കാണിക്കേണ്ടിയിരുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഇതിൻ്റെ ടീസർ പിൻവലിക്കണം എന്ന് നിർമ്മാതാക്കളോട് ഹൈക്കോടതി നിർദ്ദേശം വന്നു എന്ന് പറയുന്നുണ്ട്. ഹൈക്കോടതി നാളെ, കേരള ഹൈക്കോടതി നാളെ ഈ സിനിമ കാണും എന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശം എന്താ വരുന്നതെന്നുള്ളത് നമുക്ക് നാളെ നോക്കാം. അതിൻ്റെ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ ഈ രണ്ടെണ്ണത്തിനോട് മീഡിയാസ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഇവന്മാർ കൊടുത്ത റിപ്ലൈ നമുക്ക് ആദ്യം ഒന്ന് കാണാം. सर आपने केरला का दिया है नाम, तो केरला का बताइए क्या विक्टिम है यूपी के, महाराष्ट्र के, अदर स्टेट के, नॉन पर्सन है केरल है। केरला स्टोरी 1 के वक्त ले आए थे, उसका वीडियो आज भी यूट्यूब पे अवेलेबल है। आज हम उनको ले आते हैं तो आप कहते हैं आप उन्हीं लोगों को वापस ले आ रहे हो, तो आप दोनों तरफ बात करेंगे। അത് ശരി, കേരള സ്റ്റോറി 1 എടുത്ത സമയത്ത് കുറച്ച് വിക്ടിംസിനെ കൊണ്ടുവന്നിരുന്നു. അവരുടെയൊക്കെ വീഡിയോസ് യൂട്യൂബിലുണ്ട്. ഇനി അവർ രണ്ടോ അത് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ അതേ കഥ തന്നെ അവരെ ബേസ് ചെയ്തെടുത്ത അതേ സ്റ്റോറി തന്നെയാണോ, അതേ സ്റ്റോറി ലൈനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചത്? അന്ന് പറയുന്നത് 37,000 സ്ത്രീകൾ കേരളത്തിൽ നിന്ന് ISIS ചേരാൻ വേണ്ടി പോയി, അവരെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോയി എന്നാണ്. 37,000 എണ്ണേ അന്ന് പറഞ്ഞ കണക്ക്. ഇപ്പം അതൊരു 37 എണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. എടാ ഇത് ഇവനൊന്നും ഒരു രീതി, ഇവനൊക്കെ എത്ര പോസിബിൾ അല്ല. എന്നാലും ചോദിക്കും ഇവനൊക്കെ എത്ര തന്തയ്ക്കുണ്ടായാലും അവനൊക്കെ എന്നുള്ളത് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇത് സംഘ് ഹിന്ദുത്വ ബെൽറ്റിൻ്റെ ഇവിടുത്തെ കേരളത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരള ഇലക്ഷൻസ് വരുന്നതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് ഈ വർഗീയതയുടെ സാധനം ഇട്ട് പൊട്ടിക്കുക എന്ന് പറഞ്ഞ് എടുത്ത ഒരു ഐറ്റമാണെന്നുള്ളത് ഇത് അരിയാഹാരം കഴിക്കുന്നവന് മനസ്സിലാവും. ചാണകം തിന്നുന്നവനും ചാണകത്തിൽ കുളിക്കുന്നവനും ചിലപ്പോൾ അത് മനസ്സിലാവില്ല. कैसे स्टोरी वही स्टोरी और केरला के विक्टिम्स का वीडियो यूट्यूब में पड़ा हुआ आपने कि केरल एक हाईली एजुकेटेड स्टेट है। आप ये भी देखो, जज तक है वहाँ, ब्लाइंड जज तक है, लेडीज एक जज, और पर्टिकुलर आप इस पे ही लेके पिछली बार आपको केरल की कहानी दिखाई थी। केरल में ही होता है क्या ये सब कुछ? पूरे देश में होता है। This is a pan India story, no? It's a pan India story. This is a pan India story. Not related to Kerala, right? No, it's related to Kerala also, and from Kerala how it's all over India. पहली बार जब हमने कहानी बनाई तो लोगों ने कहा ये सिर्फ केरल की कहानी है। हमको ये बताना था कि ये सिर्फ केरल में नहीं हो रहा है, ये पूरे देश में हो रहा है। सर इसमें कोई विक्टिम केरला की तो नहीं थी? यहाँ हम लेके नहीं आए क्योंकि पिछली बार हम विपुल जी ने बताया कि पिछली बार हमने 25 विक्टिम्स को केरला से लेके आए, इसके वजह से इस बार नहीं लेके आए। അതായത് ഇതിൻ്റെ ഡയറക്ടർ ആയെന്ന് തന്നെ വന്നു. ഇത് പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്, നോർത്തിൽ നടക്കുന്ന സ്റ്റോറിയാണ്. കേരളത്തിൽ നിന്ന് തുടങ്ങി അങ്ങോട്ട്, അതായത് ഈ പറയപ്പെടുന്ന ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം കേരളത്തിൽ നിന്നാണോ അവിടെ പൊട്ടി മുളച്ചത്? കേരളത്തിൽ നിന്നാണ് പൊട്ടി മുളച്ചിട്ടാണോ ഇത് മൊത്തം ഇന്ത്യ മൊത്തം പടർന്നത്?
എടാ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, എക്സിസ്റ്റിംഗ് അല്ല എന്നുള്ളത് സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട് പല കേസുകളിൽ പല സാഹചര്യത്തിൽ. അത് തെളിയിക്കാൻ പറ്റാത്തൊരു ഐറ്റമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ കൺവേർഷൻ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്കും, മുസ്ലിമിൽ നിന്ന് ഹിന്ദുവിലേക്കും, ക്രിസ്ത്യനിൽ നിന്ന് മുസ്ലിമിലേക്കും, മുസ്ലിമിൽ നിന്ന് ക്രിസ്ത്യനിലേക്കും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തുന്നവരുണ്ട്. ഇപ്പൊ തന്നെ ഈ സിനിമ എടുത്തതിൻ്റെ ഒരു പ്രൊപ്പഗണ്ട ഇവിടെ പൊളിഞ്ഞു വീണില്ല. ഇതിന്റെ ഡയറക്ടർ വന്നിട്ടാണ് ഈ പറയുന്നത് ഇത് ഇല്ല ഇത് കേരളത്തിലുള്ള സ്റ്റോറിയല്ല, ഇത് നോർത്തിലെ സ്റ്റോറിയാണ്, ഇത് പാൻ ഇന്ത്യൻ സ്റ്റോറിയാണ്. പിന്നെ എന്തിനാണ് ഇതിന് കേരള സ്റ്റോറി എന്നുള്ള പേരിട്ടത്? അപ്പൊ അവിടെയാണ് അജണ്ട ഇരിക്കുന്നത്. മനസ്സിലായില്ലേ? മീഡിയന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അവിടെ കിടന്ന് ബബ്ബ അടിക്കുക. കേരള സ്റ്റോറി എന്നുള്ള പേരും വെച്ച് കേരളത്തിലെ ആളുകൾ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കേരളത്തിലാണ് ഈ പറഞ്ഞ ഇവരീ കൊണ്ടുവന്ന ലവ് ജിഹാദ് എന്ന് പറഞ്ഞ പാക്കേജ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് തമ്മിലടുപ്പിക്കാൻ വേണ്ടി എടുത്ത ഒരു തീട്ട പ്രൊപ്പഗണ്ട. You are going to be blind towards a problem in your state, which is a wonderful state. You are destroying the state. You are responsible, not us. We are But you produce the ladies from Maharashtra, Rajasthan, Bihar. Then where is the Malayali ladies? Sir, in Supreme Court, but the sender itself submit there is no love jihad. Sorry? In Supreme Court, the sender's report was there is no love jihad. Sir, these are 3 victims here जिनके कोर्ट केसेस में लव जिहाद को एस्टैब्लिश किया गया कोर्ट ने है. establish तो किया. आप नहीं मानते. You are against the Supreme Court. No, it's not about Supreme Court. The कोर्ट का ही कोर्ट के जजमेंट्स में लिखे हुए हैं, ऑब्जर्वेशंस में लिखे हुए हैं. सेंट्रल गवर्नमेंट की बात की, हमने कोर्ट की बात की. लव जिहाद एक भाषा में, कोर्ट की भाषा में लव जिहाद कहीं नहीं है. गवर्नमेंट से कोई समझना है, गवर्नमेंट के लिए नहीं, अपने लिए कर रहा है, अपने समाज के लिए कर रहा है, अपने राष्ट्र के लिए कर रहा है. असर पड़ेगा इस फिल्म का केरल के चुनाव में कितना असर पड़ेगा? हम चुनाव नहीं लड़ते हैं, हम फिल्म मेकर्स हैं. असर क्या पड़ेगा? टाइमिंग फिक्स है. हम फिल्म मेकर्स हैं, आप हमसे राजनीतिक सवाल न करें. അയ്യോ, ഞങ്ങൾ ഫിലിം മേക്കേഴ്സാണ്, ഞങ്ങൾക്ക് ഈ പറഞ്ഞ ഇലക്ഷനുമായിട്ടൊരു ബന്ധമില്ല. അതെന്താ അങ്ങനെ? ഇലക്ഷൻ സമയത്ത് മാത്രം ഇറക്കി വിട്ടൊരു ഭൂതമാണല്ലോ ഈ ഐറ്റം. ഇതൊരു പ്രൊപ്പഗണ്ടയാണെന്നും ഈ പ്രൊപ്പഗണ്ടയ്ക്ക് വേണ്ടി പിന്നാമ്പുറത്തിരുന്ന് മറ്റേ വീല് തിരിക്കുന്നവരാണെന്നുള്ളതൊക്കെ എക്സ്പോസ്ഡ് ആയ സമയത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? കടന്ന് മെഴുകുകയാണ്. സുപ്രീം കോടതിയിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. അപ്പം പറയുന്നു ഇല്ല, അവിടെ വിക്ടിംസിൻ്റെ കേസിൽ പലരുടെ കേസിലും ലവ് ജിഹാദ് എന്ന് പറഞ്ഞ സാധനമുണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇടയിൽ ഒരു മുസ്ലിം ചെക്കൻ ഒരു ഹിന്ദു പെണ്ണിനെ പ്രേമിച്ച് കൺവേർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരുത്തൻ്റെ ഫാമിലിയുടെ വിഷയം അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ വിഷയമാണ്. ഇതേപോലെ തന്നെ ക്രിസ്ത്യൻ അങ്ങോട്ടും ഹിന്ദു ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ആക്കിയ കേസുകൾ ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താ പറയുക, ഒരു പെർട്ടിക്കുലർ റിലീജിയനിലുള്ളവരുടെ കേസ് മാത്രം എടുത്ത് അത് കുറച്ചും കൂടിയും എക്സാജുറേറ്റ് ചെയ്ത് അതിൻ്റെ കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച് അതിൽ കുറേ സിനിമാറ്റിക് വയലൻസ് സാധനങ്ങളിട്ട് ഈ റിലീജിയനെ മൊത്തത്തിൽ ഇവരിങ്ങനെയാണ് എന്നുള്ളത് ടാർഗറ്റ് ചെയ്ത് പോയിൻ്റ് ഔട്ട് ചെയ്ത് ആൻഡ് ദിസ് റിലീജിയനിൽ പെട്ടവർ കോൺസെൻട്രേറ്റ് ചെയ്ത് കേരളത്തിൽ നിന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത കുറച്ച് ടീമുകളാണ് ഇതൊക്കെ ചെയ്യുന്നത്, അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സ്റ്റാർട്ടിങ് പോയിന്റ് എന്നൊക്കെയുള്ള രീതിയിൽ ഈ സാധനം പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് 2 എന്ന് പറഞ്ഞിട്ട് ഈ സാധനം കൊണ്ടുവന്നത്. എന്നിട്ട് പറയാം ഇലക്ഷനായിട്ട് ഇതിനൊന്നും ഒരു ബന്ധമില്ല. ഞാൻ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, അനക്കൊക്കെ എത്ര തന്തയാണ്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇവൻ്റെയൊക്കെ ചില ഇനിയും തീർന്നിട്ടില്ല, ഒന്നുകൂടി ഉണ്ടല്ലോ. The timing of the film seems. Okay, let me ask you a simple question. Let me answer his question. केरल से पहले बंगाल में चुनाव है, ये भी हमें पता था. नहीं, I could have taken a story from Bengal. I could have taken a story from Assam. मुझे इलेक्शन की इतनी फिक्र होती तो मध्य प्रदेश और राजस्थान में पिछले साल इलेक्शन हो चुका है, तो वहाँ की कहानियाँ हम क्यों लेते हैं? अब आपको इसको मसाला देना है, आप दीजिए प्लीज, मसाला मारिए. Your movie spreading hate against Kerala. No, not at all. Again you are saying the same thing. Not at all. Sir, you don't want to accept. You don't want to accept. You don't want to accept the problems there. It's one of the most beautiful state in the country. हम एक प्रॉब्लम देश के सामने लाना चाहते हैं जो हमें लगता है कि हम पूरी ईमानदारी से लाए हैं, और उसके ऊपर जो सवाल उठाने की एक पूरी लॉबी एक्टिव थी, उनके लिए ये जवाब था. अगर आज ये जवाब सुनने के बाद भी अगर ये लॉबी या कुछ लोग इस प्रॉब्लम को एक्सेप्ट नहीं करना चाहते, तो उन्हें जेन्युइनली अपनी अंतरात्मा में झांक के देखना चाहिए कि क्या उनके अंदर थोड़ी भी सेंसिटिविटी इन विक्टिम्स के लिए है या नहीं है. അതായത് ഇവൻ പറയുന്നത് മറ്റേ എന്താ പറയുക ഇരകൾക്ക് വേണ്ടി സംസാരിക്കുന്നു,
അല്ലാതെ ഇതിനകത്ത് പ്രൊപ്പഗണ്ടയൊന്നുമില്ല. ഇതിനെതിരെ സംസാരിക്കുന്നവർക്കാണ് പ്രൊപ്പഗണ്ട എന്നൊക്കെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ചെങ്ങായിമാർ കാണിച്ചു കൂട്ടിയ പരിപാടി ഇവർ കൊണ്ടുവന്ന വിക്ടിംസിൻ്റെ വർത്താനം തന്നെ പൊളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ക്ലിപ്പ് ഞാനിവിടെ വയ്ക്കാം. അതൊരു 2-2.5 മിനിറ്റ് ഉണ്ട്. ഒരു വിക്ടിം സംസാരിക്കുന്നതിൽ വളരെ കൃത്യമായിട്ട് ഇവൻ്റെ അജണ്ട പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരിപ്പോൾ ഈ പറയുന്ന പോലെ മധ്യപ്രദേശിലോ ബീഹാറിലോ അല്ലെങ്കിൽ കൊൽക്കത്തയിലോ ഒക്കെ ഇലക്ഷൻ നടന്ന സമയത്ത് ഞങ്ങൾക്ക് ഇതെന്ത് ചെയ്തുകൂടെ, അവിടെ കൊണ്ടുപോയിട്ട് ബീഹാർ സ്റ്റോറി മറ്റേ സ്റ്റോറി എന്ന് പറഞ്ഞാൽ എടുത്തുകൂടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇത് കാണുന്നതും കേൾക്കുന്നതും ആയിട്ടുള്ള ആളുകൾ നമ്മൾ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. കേരളത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ്, ഡിസൈൻഡ് പ്രൊജക്റ്റ് ഫോർ കേരളയാണ് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് സിനിമയിലൂടെ ഈ പ്രൊപ്പഗണ്ട കുത്തിക്കയറ്റി കേരളത്തിൻ്റെ ബാക്കി സംസ്ഥാനങ്ങളുടെ മുന്നിലും ബാക്കി ആളുകളുടെ മുന്നിലും മിസ്ലീഡ് ചെയ്യുന്ന കണക്കുകൾ വെച്ച് ഇതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ എക്സാജുറേറ്റ് ചെയ്ത് അതിൽ സിനിമാറ്റിക് മസാല ചേർത്ത്, മീഡിയ അല്ല ഇവിടെ മസാല ചേർക്കുന്നേ, നിന്നെപ്പോലെ ക്രിയേറ്റിവിറ്റി എന്നുള്ള പേരിൽ അജണ്ട സിനിമകളെടുത്ത് ആളുകളുടെ ഇടയിൽ വർഗീയതയും വിദ്വേഷം വിളമ്പാൻ വേണ്ടി ഇമാതിരി തീട്ട സാധനങ്ങൾ എടുത്തുകൊണ്ടുവന്ന് തിയേറ്ററിൽ ഇടുന്നവരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് പറഞ്ഞാലും ഈ പണ്ടാറ ഞാൻ പറയുന്നില്ല, അത് മലയാളത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ഹിന്ദിയിൽ തന്നെ പറയേണ്ടി വരും. ഹിന്ദിയിൽ വീഡിയോ ചെയ്യാൻ വയ്യ. ഇതൊരുമാതിരി ഇതെന്താ പറയുക, കാണുന്നതും കേൾക്കുന്നതും നാട്ടുകാരായ നമ്മൾ ഈ സാധനം നമ്മളൊരൊറ്റ പുച്ഛവും പരിഹാസവും, നമ്മൾ പ്രൊട്ടസ്റ്റ് എന്ന് ഞാൻ പറയില്ല, നമ്മൾ പുച്ഛിച്ചു ഇതിൻ്റെ ട്രെയിലറിനെ, പരിഹസിച്ചു. നമ്മൾ ഇത് വെളുപ്പില്ലാത്ത പറഞ്ഞിട്ട് നമ്മളങ്ങോട്ട് തേച്ച് ട്രോളി വിട്ടു. അതിൽ പൊള്ളി. കേരളത്തിൽ ഈ സാധനം വിറ്റാ പോവില്ല എന്ന് മനസ്സിലായി. ഇന്ത്യ ഒട്ടാകെ ഇത് ഏറ്റെടുത്തു. കേരളം ഇങ്ങനെയല്ല. കേരളത്തിൽ വന്നവർക്കറിയാം, മലയാളികൾ അറിയുന്നവർക്കറിയാം, ഇതല്ല മലയാളി, ഇതല്ല കേരളം എന്നുള്ളത്. അത് മനസ്സിലായപ്പോൾ ചന്തീൻ്റെ അടിയിൽ പൊള്ളി, പ്രൊപ്പഗണ്ട പൊളിഞ്ഞു. അപ്പോൾ പിന്നെ പ്രസ് മീറ്റുമായിട്ട് എവിടുന്നോ 37 ആളെയും വിളിച്ചു കൊണ്ടുവന്ന് ഈ 37 ആകെ 2 പേരെ വായ തുറന്നേ. അതിലെന്നെ വായ തുറന്നവർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വായ തുറന്ന ഐറ്റങ്ങൾ പറയുന്നത് കേട്ടോ. 2023 में मेरा जजमेंट आया 23-24 में, जिसमें जज ने ये माना और उस दरिंदे को उम्र कैद का सजा मिला है. उसके बाद वो बेटी बचेगी, क्योंकि एजुकेशन सिर्फ लड़कियों को ये दिखाता है कम कि 24 नवंबर लड़का मुझे दरगाह लेके गया, माहिम दरगाह, जहाँ पर पूरा वशीकरण प्रक्रिया चलता है. उधर मुझे एक ग्लास पानी पिलाया जो बहुत टेस्ट में कड़वा रहता है. वो पानी पिला के मुझे ड्रग्स दिए. फिर मैंने सुसाइड भी अटेम्प्ट किया, क्योंकि मुझे शादी करनी नहीं थी उससे, क्यों मुझे अपना करियर करना था. उसके बाद मुझे शादी करनी थी. 2025 को मैंने प्रॉमिस किया था कि तभी शादी करेंगे, लेकिन फिर भी मुझे जबरदस्ती ड्रग्स देके वशीकरण करके 7 दिसंबर को मेरे से बांद्रा कोर्ट में विदाउट परमिशन, मुझे कुछ मालूम नहीं है, कन्वर्ट करके मेरा निकाह किया. नोटरी में जाके मेरा नाम बदल के गौरी से पलक कर दिया और फिर पुलिस स्टेशन लेके गए. लेकिन मेरे माँ बाप का प्यार और मेरा उनके ऊपर जो प्यार है, उसके वजह से पुलिस स्टेशन से मैं सिर्फ 4 दिन की मोहलत लेके घर पे गई थी. ये जो केरला स्टोरी है वो सच में रियलिटी है, कोई स्टोरी नहीं है. आज सुबह मैं आ रही थी, तभी एक पहले से ही लिखा होता है बेटी बचाओ बेटी पढ़ाओ. ये मालूम है क्यों है? पहले जो लड़कियों को मार डालते थे, लड़का चाहिए लड़की नहीं चाहिए, उसके लिए बेटी बचाओ बेटी पढ़ाओ. लेकिन बेटी बचाओ बेटी पढ़ाओ ये नहीं होना चाहिए. बेटी को पढ़ाओ, एजुकेशन जरूरी नहीं है अभी बेटी को ये जरूरी है कि धर्म क्या है, सनातन धर्म क्या है, ये जरूरी है. उसके बाद वो बेटी बचेगी, क्योंकि एजुकेशन सिर्फ लड़कियों को ये दिखाता है कम पढ़ो, करियर बनाओ और पैसा कमाओ. तो पैसा किसी भी हद से कमाओ, किसी भी तरीके से कमाओ, नहीं. धर्म क्या है, हम किस धर्म के हैं? हमारा धर्म सनातन है, वो मजहब है, वो राक्षस है, हम भगवान के वंशज है. तो हमको क्या करना चाहिए? जब ये माँ बाप समाज हम धर्म पढ़ाएंगे बच्चों को, छोटे छोटे रहते तभी से, तो बेटी बड़ी होकर उसको मजहब और धर्म का भेद समझेगा. ഈ വിക്ടിം ഇവിടെ സംസാരിച്ചത് അവർ പറഞ്ഞത് ഞാൻ മലയാളത്തിൽ പറഞ്ഞു, ചിലർക്കൊക്കെ ഹിന്ദി ചിലപ്പോൾ ക്യാച്ച് ചെയ്യാൻ പാടായിരിക്കും. ഇവരെ ഒരു മുസ്ലിം യുവാവ് സ്നേഹിക്കുന്നു, ഒരു ദർഗയിൽ കൊണ്ടുപോകുന്നു,
അവിടെ ചെന്നിട്ട് മതം മാറ്റാൻ എന്തോ വെള്ളം കൊടുക്കുന്നു, ആ വെള്ളം കുടിക്കുന്നു, പിന്നെ അവരെ പേരൊക്കെ ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് അവരെ അറിയാതെ മാറ്റുന്നു. ഇതൊക്കെയാണ് ഇവർ ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇവർ ഈ സ്റ്റേജിൽ നിന്ന് പറയുന്നത്. അതായത് അവരുടെ ലൈഫിൽ സംഭവിച്ചു, ഇത് തന്നെയാണ് റിയൽ കേരള സ്റ്റോറി എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് ഈ വിക്ടിം. ഇത് പറഞ്ഞു വെച്ച അടുത്തത് ഇവർ പറയുന്നത് എന്താ അറിയോ, ഇവരുടെ പ്രൊപ്പഗണ്ട സ്ക്രിപ്റ്റ് ആൻഡ് നറേറ്റീവാണ്. അതായത് ഇവർ പറയുകയാണ് കുട്ടികൾ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് മോദീൻ്റെ പ്രൊജക്റ്റ്, അത് കുട്ടികൾ പെൺകുട്ടികളാണ് ജനിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരെ ആ ഒരു ടൈമിൽ പെൺകുട്ടി വേണ്ട ആൺകുട്ടി മാത്രം മതി എന്നുള്ള നോർത്തിൽ ചില ആളുകളുടെ ഫാമിലീസിൻ്റെ ഇടയിലൊക്കെ ഒരു ചിന്ത, അതായത് പെൺകുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ബേർഡൻ ആവും എന്നുള്ള തോന്നലിൽ പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ ഭയങ്കരമായിട്ട് കൂടിയ ടൈമിൽ അതിനുവേണ്ടി ഇറക്കിയതാണ് എന്നൊക്കെയാണ് മൂപ്പത്തിയാർ പറയുന്നത്, ഈ വിക്ടിം പറയുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഒരു വിക്ടിം എന്നാ പറയുന്നത്. എന്നിട്ട് പറയുകയാണ് ബേട്ടി ബച്ചാവോ എന്നുള്ളത് അതിനാണ്, ബേട്ടി പഠാവോ എന്നുള്ളത് അതിനാണ്. ഈ ബേട്ടിമാരെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, അതായത് എഡ്യൂക്കേഷൻ കൊടുക്കണ്ട. എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാലാണ് അവർ എഡ്യൂക്കേറ്റഡ് ആയി ജോലി കിട്ടി അവർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോവുക. അതിന് പകരം അവരെ സനാതന ധർമ്മം പഠിപ്പിക്കണം, സനാതനികളാക്കണം, സനാതന ധർമ്മം പഠിപ്പിക്കണം. എന്തിനാണ് കുട്ടികളെ മറ്റേ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്? അതല്ല വേണ്ടത്. ആദ്യം ഒരു കുട്ടിയെ സനാതന ധർമ്മം പഠിപ്പിക്കണം എന്ന് പറയുന്നിടത്ത് തന്നെ പൊളിഞ്ഞില്ലേടെ ഇവരെ പ്രൊപ്പഗണ്ട അവിടെ. ഞാൻ പറയുമ്പോൾ ഈ വിക്ടിം ആരാന്നും ഈ വിക്ടിമിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താന്നുള്ളതും ഈ വിക്ടിം എങ്ങനെ ഏത് രീതിയിൽ ഇവിടെ എത്തി എന്നുള്ളതും ഒക്കെ കൃത്യമായിട്ട് നാഷണൽ ഇന്റലിജൻസ് വന്ന് അന്വേഷിക്കണം, NIA വന്ന് അന്വേഷിക്കണം. ശരിക്കും ഈ സിനിമേന്റെ ബാക്കിൽ എന്താ ചെയ്യില്ലല്ലോ, കാരണം ഈ പ്രൊപ്പഗണ്ട അഴിച്ചു വിട്ട ആളുകൾ തന്നെയാണല്ലോ ഇപ്പൊ ഈ ഇതൊക്കെ നടത്തി നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ആ രീതിയിൽ, കാരണം ഇതൊരു ഓർഗനൈസ്ഡ് പ്രൊപ്പഗണ്ട ഇവിടെ ഒരു നാടിനെതിരെ ഒരു റിലീജിയനിൽ പെട്ട ആളുകൾക്കെതിരെ അവന്മാരെ അഴിച്ചു വിടുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും വിക്ടിം എന്ന് പറയൂടെ പഠിപ്പിക്കണ്ട, പഠിപ്പല്ല വലുത്, സനാതന ധർമ്മം പഠിക്കണം എന്നുള്ളത്. അപ്പൊ ഇതാണ് പറയുന്നത് ഇത് പ്രൊപ്പഗണ്ടയാണ് എന്നുള്ളത്. 37 വിക്ടിംസിനെ കൊണ്ടു വെച്ചു എന്നുള്ളതാണ് ആ സ്റ്റേജിനകത്ത്. ഞാൻ നോക്കുമ്പോൾ 1-2 വിക്ടിംസിനൊക്കെ വിസിബിളി പ്രായം തോന്നുന്നുണ്ട്, 10-60 വയസ്സ്. 40-50 കൊല്ലം മുന്നേ അവരെ ലവ് ജിഹാദ് ചെയ്ത് കൺവേർട്ട് ചെയ്ത ഇതാണോ വിക്ടിം? വാട്ട് ഐ ഫീൽ ലൈക്ക് ഏതോ ഈ സിനിമയിലെ ജൂനിയർ ആർട്ടിസ്റ്റുകളെ മാസ്കൂട്ട് കൊടുന്നിരുത്തിയ പോലെ ഉണ്ട് പരിപാടി കാണിച്ചു കൂട്ടിയിട്ട്. എന്തായാലും മീഡിയക്കാർ കണക്കിന് അവിടെ നിന്ന് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ആദ്യം കൈയൊഴിഞ്ഞു, കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ഞാൻ കാണാനും പോകുന്നില്ല, എനിക്ക് കാണാൻ താല്പര്യമില്ല. കാണുന്നവർ കാണുക, കാണാൻ താല്പര്യമില്ലെങ്കിൽ കാണണ്ട. അത്രേ ഉള്ളൂ. അയാൾക്ക് വരെ കാര്യം മനസ്സിലായി, ഇവിടുത്തെ സംഖ്യകൾക്ക് വരെ കാര്യം മനസ്സിലായി. ഈ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ ഐറ്റെടുത്ത് കൊണ്ടുവന്ന് വെച്ച് ഈ ഇലക്ഷൻ ടൈമിൽ ഇവന്മാർ ഇതെടുത്തിട്ട് BJP ത്രൂ സംഘപരിവാർ ത്രൂ എങ്ങാനും പ്രൊമോട്ട് ചെയ്താൽ ഇവന്മാർ തീരും. അത് മനസ്സിലായതുകൊണ്ട് ആദ്യം കൈ കഴുകി ഒഴിഞ്ഞു പോയി. അതുകൊണ്ട് ആ പ്ലാൻ അങ്ങോട്ട് പൊട്ടി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വർത്താനം രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അതിൻ്റെ ഇടയിൽ രമേശ് ജി ഇതുപോലത്തെ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ആരെയും നിർബന്ധിച്ച് ബീഫ് കഴിക്കുന്നതായി അറിയില്ല എന്നുള്ളത്. ഉള്ളി കൂട്ടി കഴിച്ച ഒരാളെ രമേശ് ജിക്ക് അറിയാലോ, വേറൊരു ജി. അപ്പം അവിടെ നിൽക്കട്ടെ. എന്താണെങ്കിലും പൊളിഞ്ഞു, ആടാ വടലം മൂഞ്ചി. മെഴുകുകയായിരുന്നു ഡയറക്ടറും പ്രൊഡ്യൂസറും. പിന്നെ കൊണ്ടുവന്ന വിക്ടിം എന്ന് പറഞ്ഞ വിക്ടിം പറയുന്നത് പഠിപ്പിക്കേണ്ട, സനാതനം പഠിപ്പിച്ചാൽ മതി. അതൊന്നൊക്കെ ഏറെക്കുറെ ആളുകൾക്ക് കാര്യം മനസ്സിലാവും. ഓക്കെ, അപ്പം ഇനിയും കേരളത്തിൽ സനാതന ധർമ്മത്തിന് വേണ്ടിയും കേരള സ്റ്റോറി 2ക്കും വേണ്ടി തിളയ്ക്കുന്ന ചോരകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തിളച്ചോ. കമൻറ്റ് ബോക്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അതെന്തിനാ കേരളത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സ്റ്റോറി തന്നെ ആയിരിക്കണമെന്നുണ്ടോ കേരള സ്റ്റോറി? ടൈഗർ ബിസ്ക്കറ്റിൽ ടൈഗർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലത്തെ സാധനങ്ങൾ ചോദിച്ചോ, കുഴപ്പമില്ല. ചാണകം തലയ്ക്ക് പിടിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ ആ കമൻറ്റിന് ഇഗ്നോർ ചെയ്യാം.